നല്ല പടമായിരുന്നു. അല്ല, നമ്മളിപ്പോൾ സൂപ്പർമാൻ ജോണർ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ജോണറിൽ തന്നെ പല പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഇപ്പോൾ കുറച്ച് റീസെൻ്റായിട്ട് വരുന്ന പടങ്ങളൊന്നും അധികം നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നില്ലായിരുന്നു. സോ കുറച്ചുകൂടെ ഒരു ഹ്യൂമാനിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായതുകൊണ്ടായിരിക്കും ഒന്ന് വർക്കായത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ എന്താണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനായിട്ടില്ല, പക്ഷേ എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ജെയിംസ് ഗൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി പോലെ വലിയ കോമഡി എൻ്റർടൈനറൊന്നും അല്ല ഇത്. DC ആസ് യൂഷ്വൽ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ല സിനിമ. തിയേറ്റർ എക്സ്പീരിയൻസ് IMAX എടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പോലത്തെ ഒരു സംഭവത്തിൽ ഭയങ്കര ഭീകരനായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു സൂപ്പർമാൻ അല്ല ഇതിനകത്തുള്ളത്. ഇത് വയ്യാത്തൊരു കുറേ ഇടിയൊക്കെ വാങ്ങിച്ചു പിടിക്കുന്ന ഒരു സൂപ്പർമാനാണ്. അതുകൊണ്ട് ഇനി അവരുടെ ഫാൻസിന് എങ്ങനെ അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് എനിക്ക് വർക്കായിരുന്നു, നല്ല രസമായിരുന്നു, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണാൻ. 3D നല്ല IMAX നല്ല സ്ക്രീനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അത്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഇറ്റ് വാസ് ഭയങ്കര കോമിക് ബുക്ക് സ്റ്റൈലായിരുന്നു അത് ചെയ്തത്. മറ്റേ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി പോലെ തന്നെ നല്ല ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ഗുഡ് ആക്ച്വലി. തിയേറ്റർ എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു. പിന്നെ എപ്പോഴും ഒറിജിൻ സ്റ്റോറിയിലല്ല നിന്നത്, സൂപ്പർമാൻ്റെ ഒറിജിൻ സ്റ്റോറിയിൽ പിടിച്ചിട്ടല്ല നിന്നത്. ഇത് നല്ല എന്താ ലൈക്ക് കറൻ്റ്ലി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് പോലെയായിരുന്നു. ആ ഒരു സൂപ്പർമാൻ്റെ സൈഡ് ക്യാരക്ടേഴ്സും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പം എന്താ ബേസിക്കലി സൂപ്പർമാൻ മെട്രോപോളിസ് സേവ് ചെയ്യണതിനേക്കാളും മെട്രോപോളിസ് എങ്ങനെയാണ് സൂപ്പർമാനെ ലൈക്ക് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ആണ് മൂവി കൊണ്ടുപോയത്. അതാണ് ആക്ച്വലി അവർ ജെയിംസ് ഗൺ ട്രൈ ചെയ്തത്. സോ ഇറ്റ് വർക്ക് റിയലി വെൽ ആക്ച്വലി. ഒരു നല്ല മൂവിയായിരുന്നു. അതായത് മുമ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പോലെ ഈ സൂപ്പർമാൻ ആസ് എ ഏലിയനാണ് നമ്മൾ മിക്ക പടത്തിലും കണ്ടിട്ടുള്ളത്. അതായത് ഇമോഷൻസ് ഇല്ല, ഫുള്ളി ഫൈറ്റ് മാത്രം. പക്ഷേ ഒരു സൂപ്പർമാനും ഒരു ഹ്യൂമനാണ്, ഇമോഷൻസ് ഉണ്ട് എന്ന് അത് നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ് ഓഫ് ദിസ് ഫിലിം. പിന്നെ ഹെൻറി കാവിലിനെ റീപ്ലേസ് ചെയ്ത് വേറൊരാൾ വരുമ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അത് ഇങ്ങനെ ആവും എന്നുള്ളത്. പക്ഷേ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എ ഹ്യൂജ് ഫാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പൊളി അതിൽ എനിക്ക് 3D ഇഷ്ടപ്പെട്ടു. പിന്നെ ആക്ഷൻ, മ്യൂസിക് എല്ലാം പൊളി, സൂപ്പറായിട്ടുണ്ട്. ആസ് എ മൂവി ഇഷ്ടപ്പെട്ടു. അത് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം വ്യൂവർ DC-ൻ്റെ നേരത്തെ സിനിമ കാണാത്ത ഒരാൾക്ക് പോലും ഈ സിനിമ കാണാൻ പറ്റിയതാണ്. വിഷ്വൽ എഫക്ട്സ് ഇഷ്ടപ്പെട്ടു. ഹെൻറി കാവിൽ എന്നെ പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ ആസ് എൻ ആക്ടർ ഐ തിങ്ക് ഹി ഡിഡ് ദ റോൾ ഓഫ് സൂപ്പർമാൻ ആസ് ജസ്റ്റിസ്. ഓവറോൾ എ ഗുഡ് മൂവി.